2026 റിസൾട്ട് വന്ന KS സ്ട്രീം 3-ൽ 1ാം റാങ്ക് നേടിയ രജീഷ് ആർ നാഥാണ് നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു, എങ്ങനെയാണ് ഈ എക്സാം ക്ലിയർ ചെയ്തത് തുടങ്ങിയുള്ള കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം. സോ വെൽക്കം രജീഷ്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ സ്ട്രീം 3-ൽ നിന്നായിരുന്നു, പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ട് അല്ലെങ്കിൽ BDO ആയിട്ട് ഇരുന്ന പോസ്റ്റിൽ നിന്നാണ് ഇപ്പോൾ KS എഴുതി എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം മുതലേ തുടങ്ങാം. എങ്ങനെയായിരുന്നു രജീഷ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്? പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് കഴിഞ്ഞ KS ഞാൻ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് UPSC അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോഴും ഒരു മനസ്സിൽ ഇതുണ്ട്, നമ്മൾ KS എന്നുള്ളൊരു സംവിധാനം ഇനിയും നമുക്ക് പരീക്ഷ വരും, അപ്പോൾ അറ്റംപ്റ്റ് ചെയ്യണമെന്നുള്ളത്. പക്ഷേ ഇപ്പം 2021 പരീക്ഷയ്ക്ക് 20 പരീക്ഷയ്ക്ക് ശേഷം പിന്നെ ഒരു ചെറിയൊരു കുറച്ച് കാലത്തേക്ക് ഒരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നല്ലോ, എപ്പോഴാണ് അടുത്ത പരീക്ഷ വരാൻ പോകുന്നുള്ളത്. അപ്പം സ്വാഭാവികമായിട്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ആവേശം കുറഞ്ഞൊന്ന് തണുത്തിരിക്കുമായിരുന്നു. അപ്പം ഈ പിറയ്ക്ക് പക്ഷേ ഈ ഒരു കഴിഞ്ഞ ഒരു വർഷമായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ വാർത്തകളിലൊക്കെ KS പരീക്ഷ ഉടൻ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അനുപം, അവനും BDO ആയിട്ട് നമ്മുടെ സ്ട്രീം 3 ലിസ്റ്റിൽ തന്നെ 4ാം റാങ്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ ഇതുപോലുള്ള വാർത്ത വരുമ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഇതുപോലെ ഇവിടെ വരാൻ സാധ്യതയുണ്ട്, നമുക്ക് വരാൻ നോക്കിയിരിക്കണം, നമുക്ക് പഠിച്ചു തുടങ്ങിയാലോ എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഒരു ഫുള്ളി കമ്മിറ്റ് ചെയ്തിട്ട് പഠിക്കാനുള്ള ഒരു മാനസികാവസ്ഥ തോന്നിയിട്ടില്ല. കാരണം ഇനിയിപ്പോൾ നമ്മൾ എപ്പോഴാണെന്നുള്ളതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഓൾമോസ്റ്റ് ഒരു കൺഫേംഡ് ആയിട്ടുള്ള രീതിയിലൊരു ന്യൂസ് വന്നു. അപ്പം ഈ PSCയുടെ ഒരു നോട്ടിഫിക്കേഷൻ ഈ ദിവസം വരാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തൊട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇതിനെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുമെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ എക്സാംസിന് പ്രിപ്പയർ ചെയ്തൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ എങ്കിലും ഈ പറഞ്ഞ പോലെ 3-4 വർഷത്തെ ഒരു ഗ്യാപ്പ് വന്നുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ മറന്നിരിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ എല്ലാം ഒന്ന് സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങേണ്ട അപ്പോൾ ബേസിക്സിൽ നിന്ന് തന്നെയാണ് തുടങ്ങിയതെല്ലാം. NCERT ഞങ്ങൾ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകൾ നോക്കിയിട്ട് അങ്ങനെ ഒരു പഠിക്കാമെന്നായിരുന്നു ആദ്യത്തെ ഒരു സ്ട്രാറ്റജി. അതിനുശേഷം ഈ പറഞ്ഞ പോലെ പ്രിലിംസ് അറ്റൻഡ് ചെയ്യുക, ആ ഒരു രീതിയിലാണ് തുടങ്ങി വെച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ ഫ്രണ്ടൊരു അനുഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊരു വിളിച്ച് ചോദിച്ചിട്ട് നമ്മളെ ഒരു സ്റ്റഡി പ്ലാൻ പോലൊക്കെ തയ്യാറാക്കി ആ രീതിയിലായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പ്രിലിംസ് ഞാൻ പറഞ്ഞല്ലോ, പ്രിലിംസ് പണ്ട് എനിക്ക് പ്രിലിംസ് അത്യാവശ്യം കോൺഫിഡൻ്റ് ആയിരുന്നു. ഞാൻ പ്രിലിംസ് വലിയ കുഴപ്പമില്ലാതെ കടന്നു പോകുന്നു. അതുകൊണ്ട് പ്രിലിംസിന് വേണ്ടിയിട്ട് ഞാൻ വലിയൊരു എഫേർട്ട് ഇട്ടിട്ടില്ല എന്ന് അങ്ങനെയല്ലേ പറയുന്നത്. പക്ഷേ ഞാൻ കോച്ചിങ്ങോ അങ്ങനെയുള്ള സംവിധാനത്തിലേക്കൊന്നും അങ്ങനെ ഞാൻ നോക്കിയിട്ടില്ല. ടെസ്റ്റ് സീരീസുകൾ 1-2 ജോയിൻ ചെയ്തിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പ്രിലിംസ് വലിയ കുഴപ്പമില്ലാതെ കടന്നു പോയി. ഈ പ്രിലിംസിൽ പേപ്പർ 2-ൽ വരുന്ന മാത്സും ഇംഗ്ലീഷും മലയാളം പോലുള്ള കാര്യങ്ങൾ അത് തന്നെയായിരുന്നോ മെയിൻ നമ്മളൊരു പോയിന്റ് ആയിട്ട്, അല്ലെങ്കിൽ ക്ലിയർ ചെയ്യാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് ആ ഒരു ഏരിയയിൽ നിന്നായിരുന്നോ? അത് മാത്രമല്ല, എനിക്ക് പ്രിലിംസിന് 125 മാർക്കുണ്ടായിരുന്നു. അപ്പോൾ സ്ട്രീം 1 കട്ട് ഓഫിനേക്കാളും കൂടുതൽ മാർക്കുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ പണ്ട് തൊട്ടേ ഈ പറഞ്ഞ പോലെ UPSC പ്രിലിംസ് ഞാൻ 4 തവണ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പം പ്രിലിംസ് എങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി കയറാം, ഒബ്ജക്റ്റീവ് നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്നുണ്ടല്ല, പക്ഷേ ആ ഒരു ടാക്കിൾ ചെയ്യാനുള്ള ആൻസർ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു നാക്ക് പണ്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു. സ്ട്രീം 3-ലെ കട്ട് ഓഫ് എന്തായാലും കയറും. പക്ഷേ എന്നാലും ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ തുടക്കം തൊട്ട് തന്നെ മെയിൻസിനെ അങ്ങ് പ്രിപ്പയർ ചെയ്യുക. എനിക്ക് എപ്പോഴും മെയിൻസാണ് സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ആദ്യം തൊട്ട് തന്നെ മെയിൻസ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ എൻ്റെ വൈഫൊക്കെ പറഞ്ഞു, വെറുതെ ഓവർ കോൺഫിഡൻസ് കാണിക്കേണ്ട, കുറച്ചൊക്കെ ഫിലിംസ് കൂടെ നോക്കണം. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഞാൻ ടെസ്റ്റ് സീരീസ് ജോയിൻ ചെയ്തിട്ട് 1-2 ടെസ്റ്റ് സീരീസുകൾ കൃത്യമായിട്ടൊന്ന് എഴുതുമായിരുന്നു. അപ്പോൾ നമ്മൾ നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുമല്ലോ, നമ്മൾ എത്രത്തോളം ഏത് ലെവലിൽ നിൽക്കുന്നുള്ളൂ, എന്തായാലും പോയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് ആ ഒരു കാര്യത്തിൽ. പിന്നെ പറഞ്ഞാൽ മലയാളം ഇംഗ്ലീഷും സത്യം പറഞ്ഞാൽ ഞാൻ അധികം അങ്ങോട്ട് ഒരുപാട് പഠിക്കാൻ പോയിട്ടില്ല. ഞാൻ ഞാനൊരു 14 ഡേയ്സാണ് ലാസ്റ്റ് 14 ഡേയ്സ് ലീവ് എടുത്തത്. ഞാനും അവനും എടുത്തിട്ടുണ്ടായിരുന്ന ആ സമയത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു 2-3 ദിവസം ഞാൻ ഈ ഒരു ദിവസം മലയാളം, ഒരു ദിവസം ഇംഗ്ലീഷ്, മാത്സിന് വേണ്ടിയിട്ട് ഒരു ഹാഫ് ഡേ, അങ്ങനെ ഒരു രീതിയിൽ ഞാനത് നോക്കിയിട്ടുള്ളൂ. അത് പക്ഷേ ഒരുപാട് ടഫ് മലയാളമായിരുന്നു എനിക്ക് കൂടുതൽ പേടിയുള്ള ഭാഗം. കാരണം മലയാളത്തിൽ കുറച്ച് ഇങ്ങനെ കൺഫ്യൂസിങ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ആകുമ്പോൾ മാത്സ് അത്ര ടഫായിട്ടുള്ള മാത്സ് അല്ലാത്തതുകൊണ്ട് നമുക്കൊരു പരിധി വരെ നമുക്കൊരു ചെയ്യാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും എനിക്ക് 15 എണ്ണത്തിൽ തെറ്റിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അത് വേറെ കാര്യം. ഈ പറഞ്ഞാൽ നമ്മൾ പണ്ട് പഠിച്ച് വെച്ച് അത്ര പെട്ടെന്ന് എക്സാമിന് പ്രിപ്പറേഷൻ ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടായിട്ട് വരും. എങ്കിലും അതൊരു വലിയ കുഴപ്പമില്ലാതെ പോയി. അതാണ് പ്രിലിംസിനെ കുറിച്ച് പറയാനുള്ളത്. പ്രിലിംസിന് ശേഷം മെയിൻസ് ആയിരുന്നു എനിക്കൊരു പേടിയായിട്ടുള്ള സംഭവം. എൻ്റെ ആൻസർ റൈറ്റിംഗ് വളരെ മോശമാണ്. എൻ്റെ മെയിൻസ് ആയിരുന്നു ഏറ്റവും ആ ഒരു ഡിഫിക്കൽട്ട് ഏരിയ, അല്ലെങ്കിൽ ഏറ്റവും നമ്മളൊരു ആങ്സൈറ്റിയോട് കൂടി കണ്ടത് മെയിൻസിനായിരുന്നു. അപ്പോൾ മെയിൻസിനായിട്ട് പ്രത്യേകമായിട്ട് എന്താ ചെയ്തത്? പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു? ഓവറോൾ പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു മെയിൻസിന്? ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാ ദിവസവും നമ്മൾ സിലബസ് കവർ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഫോക്കസ് എന്ന് പറഞ്ഞാൽ. എന്ന് പറയുമ്പോൾ ടെക്സ്റ്റ് ബുക്കുകൾ ഞാൻ ഒന്നേന്നിരുന്ന് വായിക്കാൻ ശ്രമിച്ചില്ല ആ സമയത്ത്. എന്ന് പറയുമ്പോൾ സിലബസ് എടുത്ത് വെച്ചിട്ട് സിലബസിലെ ഓരോ പോയിന്റിനും വെച്ചിട്ട് ഞാൻ പണ്ട് ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് നോട്ട്സ് ഉണ്ടാക്കാൻ ശ്രമിച്ചു. മെയിൻസിന് വേണ്ടിയിട്ട് ഒരു നോട്ട്സ്, അത് ഞാൻ പറഞ്ഞു, അങ്ങനെ അനുഭവം ഞാനും കൂടെ ഒരുമിച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നമുക്ക് സമയത്തിൻ്റെ ഒരു പരിമിതി ഉണ്ടായിരുന്നു. ഈ പ്രിലിംസിൽ മെയിൻസിലോട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 3-4 മാസത്തിനടുത്തേ ഉള്ളൂ. അതിലേകദേശം ഒരു 2-3 ആഴ്ച വെച്ചിട്ട് ഒരു 1.5 മാസത്തോളം ഞാൻ ലീവ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത്രയും സമയം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഫുള്ളായിട്ട് പഠിച്ചിട്ടുള്ളൂ. ബാക്കി ഓഫീസ്
സമയത്തും അങ്ങനെയുള്ള സമയത്തൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ആൻസർ റൈറ്റ് എൻ്റെ ആദ്യത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഞാനൊന്ന് പഠിക്കും, എല്ലാ ദിവസവും ഒരു 5 ആൻസർ എഴുതും എന്നൊക്കെയുള്ള രീതിയിലൊക്കെയായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ ആൻസർ റൈറ്റിംഗ് ഒന്നും ഞാൻ വിചാരിച്ച രീതിയിൽ എനിക്കങ്ങ് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ഫോക്കസ് ചെയ്ത സംഭവം എന്ന് പറഞ്ഞാൽ ഒരു സിലബസ് ഫോളോ ചെയ്യുക, സിലബസ് കംപ്ലീറ്റ് ചെയ്യുക, സിലബസിലെ ഓരോ ടോപ്പിക് എടുക്കുക, ആ ടോപ്പിക്കിന് വേണ്ടിയിട്ട് വരാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ആ ടെക്സ്റ്റ് ബുക്ക് എന്തായാലും റിവിഷന് വേണ്ടിയിട്ട് നമുക്ക് അത്ര ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് നോട്ട്സ് ഉണ്ടാക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏൻഷ്യൻ ഹിസ്റ്ററി എടുക്കുമ്പോൾ ആദ്യം ഇൻഡസ് വാലി സിവിലൈസേഷൻ തൊട്ട് തന്നെ അതിന് മുമ്പുള്ള പാലിയോലിത്തിക് അതൊക്കെ ചെറുതായിട്ട് ചെയ്തു. ഇപ്പോൾ ഇൻഡസ് വാലിക്കകത്തിൽ എന്തൊക്കെ നമുക്ക് ചോദ്യം വരാം ഇതിനകത്ത്. കാരണം UPSC പോലെ ഒരു അനലിറ്റിക്കലിനേക്കാളും കഴിഞ്ഞ വർഷം കുറച്ചുകൂടെ ഒബ്ജക്റ്റീവ് ചോദ്യങ്ങളും കുറച്ചുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുപോലുള്ള ചോദ്യങ്ങൾ വരുവാണെങ്കിൽ ആൻസർ ചെയ്യണമെന്നുള്ള രീതിയിൽ ഇപ്പോൾ ടെക്നോളജി, ഇൻഡസ് വാലി ടെക്നോളജിയിൽ എന്തൊക്കെ അഡ്വാൻസ്മെൻ്റ് ഉണ്ട്, അപ്പോൾ അതിനെ ചോദിക്കുകയാണെങ്കിൽ എഴുതാൻ പറ്റുന്ന 5 പോയിന്റ് എന്തൊക്കെയായിരിക്കും, ആ രീതിയിലേക്ക് സ്ട്രക്ചർ ചെയ്ത് നോട്ട്സ് ഉണ്ടാക്കാൻ സാധിക്കും. സിലബസ് വെച്ചിട്ട് നമ്മൾ ഇമ്പോർട്ടന്റ് ഏരിയാസ് ഐഡന്റിഫൈ ചെയ്തു, അതിനുവേണ്ടി നോട്ട്സുകൾ ക്രിയേറ്റ്. അപ്പോൾ ഞാൻ എനിക്ക് വാട്സാപ്പിൽ ഇപ്പോഴും കിടപ്പുണ്ട്, ഞങ്ങൾ അങ്ങോട്ട് കൊണ്ട് ഷെയർ ചെയ്ത് കൊടുത്തത്. അപ്പം ഇത്രയും ടോപ്പിക്കുകൾ നമ്മൾ ഷെയർ ചെയ്തു. അശോകയുടെ ആണെങ്കിൽ അശോകയുടെ ധമ്മ പോളിസി നമുക്ക് ചെയ്യണം, അശോകയുടെ എഡിക്സിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഒരു അത് നമുക്കൊരു 10 പോയിൻറ്റോ 5-10 പോയിൻ്റ് അതിനുണ്ടായിരിക്കണം. അങ്ങനെ എന്തൊക്കെയായിരിക്കും ചോദ്യം. ഇപ്പോൾ ബുദ്ധിസം, ജൈനിസം, അതിൻ്റെ എന്തൊക്കെയാണ്, അതിൻ്റെ വളർച്ച എന്തുകൊണ്ടുണ്ടായി, അതിൻ്റെ ഗ്രോത്ത് ഫേസ് എന്തായിരുന്നു, അതിൻ്റെ ഡിക്ലൈൻ എന്തുകൊണ്ടുണ്ടായി, അപ്പോൾ അത് തമ്മിലുള്ള കമ്പാരിസൺ എങ്ങനെയാണ്, അങ്ങനെ ടോപ്പിക്ക് വൈസ് ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മൾ കുറച്ച് ഒരു ടോപ്പിക് എടുത്തു, ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഓവറോൾ ഏരിയാസ്, അതിൻ്റെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, അതെങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, എൻഡ് ചെയ്തു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട നോട്ടുകൾ നോട്ട് ഉണ്ടാക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ ഒരുപാടങ്ങ് ഭയങ്കര ഇലാബറേറ്റീവ് ആയിട്ടുള്ള നോട്ട് ഉണ്ടാക്കാതെ വളരെ ഷോർട്ടായിട്ടുള്ള, ഇപ്പോൾ ഞാൻ ഓരോ പോയിന്റും വളരെ ഷോർട്ട് എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ഹാഫ് പേജ് ഒക്കെ ഉണ്ടാവുള്ളൂ ഒരു നോട്ട് എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ നോട്ട് എന്ന് പറയുമ്പോൾ ആവശ്യമില്ലാതായി പോലും ബുക്ക് പോലെ തന്നെ വരുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടായി. അപ്പോൾ കൃത്യം കുറച്ച് വളരെ കൺസൈസ് ആയിട്ട് എനിക്ക് ചോദിച്ചാൽ ഒരു വെടിക്കുള്ള സാധനം എൻ്റെ ഉണ്ടായിരിക്കണം, അതാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ഏത് ചോദ്യം ചോദിച്ചാലും നമ്മൾ ബ്ലാങ്ക് ആയി പോകരുത്, നമുക്കൊന്ന് എഴുതി പിടിപ്പിക്കാനുള്ള ഒരു 3 മാർക്കോ 5 മാർക്കോ ചോദിച്ചാൽ എഴുതാനുള്ള സംഭവം ഉണ്ടായിരിക്കണം. ചിലപ്പോൾ ഒരു വളരെ കോംപ്രിഹെൻസീവ് ആൻസർ എഴുതാനുള്ളൊരു, ഇപ്പോൾ റോക്കഡിക്സ് എന്ന് പറയുമ്പോൾ ഞാൻ ഒന്ന് തൊട്ട് എല്ലാ റോക്കഡിക്സിൻ്റെ നമ്പറും അതിൻ്റെ സബ്ജക്റ്റും അങ്ങനെയൊന്നും പഠിക്കാൻ നിന്നില്ല. ഇമ്പോർട്ടൻറ്റ് ഇപ്പോൾ 2-3 ഇമ്പോർട്ടൻറ്റ് റോക്കഡിക്സ് എഴുതും, അതിനകത്തിലെ സബ്ജക്റ്റ് എന്താണെന്ന് നോക്കി ഓർത്ത് വെക്കും. അത്ര അങ്ങനെയുള്ളൊരു സ്ട്രാറ്റജി ആയിരുന്നു ഫോളോ ചെയ്ത്. പിന്നെ അത് ആൻസർ റൈറ്റിംഗ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ടെസ്റ്റ് സീരീസ് എമിനൻറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ എമിനൻറ്റ് ഞാൻ ഡയറക്റ്റായിട്ട് കോഴ്സ് ഞാൻ ആദ്യം ചെയ്യണമെന്നൊക്കെ തീരുമാനിച്ചു, പക്ഷേ ഞാൻ ഡയറക്റ്റ് കോഴ്സ് ജോയിൻ ചെയ്തിട്ടില്ലായിരുന്നു. അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, ഞാനും അനുഭവം കൂടെ ഞങ്ങളൊരു കമ്പൈൻഡ് ആയിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവൻ ഓൾറെഡി എമിനൻറ്റ് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് ജോയിൻ ചെയ്യേണ്ട, അത് പറയുമ്പോൾ നമ്മൾ ഷെയർ ചെയ്ത് പഠിക്കാമെന്നുള്ള രീതിയിലാണ് വിചാരിച്ചത്. അപ്പോൾ ഞാൻ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഒരു പാട്ട് അവന് ഞാൻ പറഞ്ഞു കൊടുക്കും. നമ്മുടെ സമയത്തിൻ്റെ ഒരു പ്രശ്നം കൊണ്ടുകൊണ്ടാണ് നമുക്കെല്ലാം കൂടെ നമുക്ക് രണ്ടുപേർ കൂടെ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്തു. ഇപ്പോൾ ഉദാഹരണം പറയുന്നത് വേൾഡ് ഹിസ്റ്ററി എനിക്ക് തോന്നുന്നു അവൻ തീരെ പ്രിപ്പയർ ചെയ്തിട്ടില്ലായിരുന്നു. ആ വേൾഡ് ഹിസ്റ്ററി മൊത്തം ഞാൻ നോട്ട് ഉണ്ടാക്കിയിട്ട് ഞാനാണ് ഓരോ ടോപ്പിക്കും, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ആണെങ്കിലും മറ്റു സാധനങ്ങളെല്ലാം. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരുടെ ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഫസ്റ്റ് റാങ്കും 4th റാങ്കിലേക്ക് എത്തുന്നതിലേക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് നമുക്ക്. തീർച്ചയായിട്ടും അത് ഈ പറഞ്ഞ പോലെ നമ്മൾ അങ്ങോട്ട് മാക്സിമം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ നമ്മളൊരു വലിയൊരു സ്ട്രാറ്റജി ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നുമല്ല, അതൊരു നാച്ചുറലായിട്ട് ഉണ്ടായിട്ടുള്ള സംവിധാനം. നമ്മുടെ ഒരു നെസസിറ്റി കൊണ്ട് അവനും വേണമായിരുന്നു എനിക്കും വേണമായിരുന്നു, അതുകൊണ്ടുണ്ടായ ഒരു സംവിധാനമാണ്. നമ്മൾ എങ്ങനെ ഇന്ന് നീ ടോപ്പിക്ക് കവർ ചെയ്യും, ഞാൻ ആ ടോപ്പിക്ക്, അങ്ങനെയുള്ള വലിയ സ്ട്രാറ്റജി ഒന്നുമില്ല. നമ്മളെന്തെങ്കിലും പഠിക്കും, ഞാൻ പറയാം ഞാനിത് പഠിച്ചിട്ടുണ്ട്, ഞാനിത് പറഞ്ഞുതരാം, നീ അത് പഠിച്ചിട്ടുണ്ട്, അവൻ എനിക്ക് പറഞ്ഞുതരാം, അങ്ങനെ പോകാം. അങ്ങനെ പോകുന്നു. അല്ലാതെ നമ്മളൊരു ലോങ് ടൈം ഒരു 10 ദിവസത്തെ സിലബസ് ഇട്ട് അങ്ങനെയൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. പക്ഷേ അത് ഒരു വിധത്തിൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു സത്യം പറഞ്ഞാൽ. അപ്പോൾ എമിനൻറ്റിൻ്റെ ഞാൻ പറഞ്ഞു വന്നത്, എമിനൻറ്റിൻ്റെ അവന് ഈ പറഞ്ഞിട്ടുള്ള എമിനൻ്റ് ആയിരുന്നു അവൻ്റെ മെയിൻ സോഴ്സ്. അവന് എമിനൻറ്റിൻ്റെ എനിക്കൊന്നും എല്ലാ ചോദ്യങ്ങളും ഫുൾ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അവന് ഈ പറഞ്ഞ അനത്തിൽ എല്ലാം ഒന്നും എനിക്കില്ല. അപ്പം അനത്തിൽ അവൻ ഏറ്റവും നല്ലതായിട്ട് ചോദിക്കുന്ന ചോദ്യം, ഇപ്പോൾ ഡിഫറെൻ്റ് ആയിട്ട് കാണുന്ന ചോദ്യങ്ങൾ, നല്ലതായിട്ട് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളും മറ്റു കാര്യങ്ങളും, അതെല്ലാം എനിക്ക് ഈ പറഞ്ഞ പോലെ അപ്പോൾ അവൻ പറയുമ്പോൾ തന്നെ ഞാൻ നോട്ട്സ് എഴുതി തരും. അപ്പോൾ ഞാൻ എമിനൻറ്റിൻ്റെ ഓബ്വിയസ്ലി എനിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. പക്ഷേ അത് ഡയറക്റ്റായിട്ട് ഞാൻ കോഴ്സ് ജോയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇൻ്റർവ്യൂ സ്റ്റേജിലാണ് എമിനൻറ്റുമായിട്ട് ഡയറക്റ്റായിട്ട് നമുക്കൊരു ഇത് വരുന്നത്. ഈ പറഞ്ഞ പോലെ മെയിൻസിൻ്റെ പ്രിപ്പറേഷൻ പറഞ്ഞപ്പോൾ റൈറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന്. അപ്പോൾ ഈ എക്സാം ഹോളിലോട്ട് ചെല്ലുമ്പോൾ ഇതിന് മുന്നേ എഴുതിയ സമയത്ത് നമുക്കൊരു 3 മാർക്കിൻ്റെ 5 മാർക്കിൻ്റെയും ഒരു 4 ലൈനിലുള്ളൊരു എക്സാം, 1/2 പേജിലുള്ള എക്സാം ആൻസർ, പിന്നെ ഒരു 1.5 പേജിലുള്ള ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ. ഈ പ്രാവശ്യം ചെന്നപ്പോൾ എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ അവർ മൊത്തത്തിൽ മുന്നോട്ട്. അത് എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ഇത് ചെന്നപ്പോൾ? ഒന്ന് സർപ്രൈസ്ഡ് ആയോ അതോ പ്രിപ്പയർഡ് ആയിരുന്നോ? അങ്ങനെ പ്രിപ്പയർഡ് അല്ല, പക്ഷേ ഞാൻ എനിക്ക് പ്രതീക്ഷയാണ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു. കാരണം അത്ര ക്രിറ്റിസിസം ഉണ്ടായിരുന്നു
കഴിഞ്ഞ തവണത്തെ ഒരു ആൻസറിൻ്റെ സ്പേസിനെ കുറിച്ച്. കാരണം ഞാനും മെയിൻസ് എഴുതിയതാണ്. അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ പോലെ നമുക്ക് എഴുതാനുള്ള ചോദ്യങ്ങൾക്കൊന്നും സ്ഥലമില്ല, പക്ഷേ എഴുതേണ്ടാത്തതിനൊക്കെ ഇഷ്ടംപോലെ സ്ഥലം. അങ്ങനെ വളരെ ഒരു തോട്ട് കൊടുക്കാത്തതുകൊണ്ട് ചെയ്ത സ്പേസ് ഇട്ടതുപോലെയാണ് നമുക്ക്. മാർക്കിനൊക്കെ വലിയ അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് എടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയും അവർ റെക്ടിഫൈ ചെയ്യാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ എങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് ഉറപ്പില്ല. ചിലപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പം ഇത്തവണ വളരെ ഫാസ്റ്റ് പേസ്ഡ് ആയിട്ട് എക്സാംസ് നടക്കുന്നതുകൊണ്ട് അവർ വലിയ മാറ്റമൊന്നും വരുത്താൻ സാധ്യതയില്ലായിരിക്കും. ചിലപ്പോൾ കഴിഞ്ഞ വർഷത്തെ പാറ്റേൺ പോലെ തന്നെ പ്രിലിംസിൽ വലിയ മാറ്റമൊന്നും ഇല്ലായിരുന്നു. പ്രിലിംസ് ഓൾമോസ്റ്റ് സിമിലർ പാറ്റേണിലാണ് പോയി. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പം മെയിൻസും അവർ മാറ്റാൻ വേണ്ടി നിൽക്കില്ല, കഴിഞ്ഞ തവണത്തെ പാറ്റേൺ തന്നെ ഫോളോ ചെയ്യത്തുള്ളായിരിക്കും. പക്ഷേ ഈ പറഞ്ഞ ഇത്തവണ 5 മാർക്കിൻ്റെ കുറച്ച് ചോദ്യങ്ങളാണ് വന്നത്. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ എനിക്കൊരു നല്ലതാണെന്ന് എനിക്ക് തോന്നി. എനിക്ക് അത്യാവശ്യം കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ആൻസർ റൈറ്റിംഗ് എനിക്ക് 3 മാർക്ക് ക്വസ്റ്റ്യൻസും അങ്ങനെ സ്ട്രക്ചർ ചെയ്തൊരു ആൻസർ റൈറ്റിംഗ് ഞാൻ ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഞാനീ പറഞ്ഞ എനിക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ആൻസർ റൈറ്റിംഗ് കണ്ടന്റ് എൻട്രി ചെയ്യുക. അതൊരു നല്ല സ്ട്രാറ്റജി അല്ല. ഇപ്പോൾ പുതിയതായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിലും ഞാൻ പറയുന്നത് ആൻസർ റൈറ്റിംഗ് ഞാൻ ഒരുപാട് തവണ UPSCക്ക് പരാജയപ്പെട്ടത് ഈ ആൻസർ റൈറ്റിങ്ങിൻ്റെ പ്രശ്നം കൊണ്ടാണ്. ഒരിക്കലും അത് നല്ല സ്ട്രാറ്റജി അല്ല. പക്ഷേ വീണ്ടും എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഞാൻ വിചാരിച്ച രീതിയിൽ എനിക്ക് ആൻസർ റൈറ്റിംഗ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഞാൻ തീരെ ചെയ്യാതിരുന്നിട്ടുമില്ല. പക്ഷേ ഞാൻ എൻ്റെ മനസ്സിൽ പ്ലാൻ ചെയ്തതെന്ന് വെച്ചാൽ എല്ലാ ദിവസവും 5 ക്വസ്റ്റ്യൻ എഴുതണം, എല്ലാ വീക്കെൻഡ് വരുമ്പോൾ ഒരു മോക്ക് ടെസ്റ്റ് എഴുതണം, അങ്ങനെയൊക്കെയുള്ള വലിയ പ്ലാനായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. അപ്പോൾ അതെനിക്കൊരു വലിയൊരു മനസ്സിൽ എപ്പോഴും ഒരു ആശങ്കയായിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ആൻസർ റൈറ്റിംഗ് എത്രത്തോളം മോശമാണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു പാറ്റേൺ ചേഞ്ച് ചെയ്ത് തന്നപ്പോൾ കുറച്ച് സ്ഥലമുള്ളപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ എനിക്ക് അറിയാവുന്ന കണ്ടന്റ് എല്ലാം എഴുതി പിടിപ്പിക്കാനുള്ളൊരു സത്യം. പക്ഷേ ഞാൻ പറഞ്ഞ എൻ്റെ ആൻസർ റൈറ്റിങ്ങിന് അതുകൊണ്ട് ഞാൻ ഒരു ആർക്കെങ്കിലും അനുകരണീയമായിട്ടുള്ളൊരു മാതൃകയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിനകത്തിൽ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു സാധാരണ ആൻസർ റൈറ്റിങ്ങിനൊക്കെ പറയുമല്ലോ, നമ്മൾ ഈ കുറച്ച് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലോ ചാർട്ട്, ഡയഗ്രാംസ്, ടേബിളൊക്കെ വരയ്ക്കണം. ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എൻ്റെ ആകെപ്പാടുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ കുറച്ച് സ്ഥലം ഉണ്ടായതുകൊണ്ട് പറ്റുന്ന ക്വസ്റ്റ്യൻസുള്ള ഇൻട്രഡക്ഷനും കൺക്ലൂഷൻ പോലെ 1-2 ലൈൻ എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ പരമാവധി നീറ്റായിട്ടുള്ള രീതിയിൽ ആ ക്വസ്റ്റ്യൻ്റെ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ അങ്ങ് എഴുതുക എന്നുള്ളതല്ലാതെ വേറൊരു അഭ്യാസത്തിന് ഞാൻ ആൻസർ റൈറ്റിംഗ് ആ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോയിട്ടില്ല. ഒരു പടം പോലും ഞാൻ വരച്ചിട്ടില്ല എന്ന് തോന്നുന്നു മൊത്തം ക്വസ്റ്റ്യൻ പേപ്പറിൽ. അതൊരു ചിലപ്പം ചിലപ്പോൾ കുറച്ചുകൂടെ അതിന് കുറച്ചുകൂടെ മെച്ചപ്പെടുത്താവുന്ന ആൻസറുകളുണ്ടാവും. അപ്പോൾ ആൻസർ റൈറ്റിങ്ങിൻ്റെ ആയിരിക്കും ചിലപ്പോൾ കണ്ടൻറ്റിൻ്റെ ഒരു ബലത്തിലായിരിക്കും ചിലപ്പം എനിക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ടാവുക എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതുപോലെ എൻ്റെ ഹാൻഡ് റൈറ്റിങ്ങും ഈ പറഞ്ഞ പോലെ 5 മാർക്ക് ക്വസ്റ്റ്യൻ ഇഷ്ടംപോലെ സ്ഥലം വന്നപ്പം ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യനൊക്കെ കുറച്ച് വെടിപ്പായിട്ടൊക്കെ ഇങ്ങനെ നല്ല വൃത്തിക്ക് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് മോശമെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ ഞാൻ ഈ വളരെ കൂട്ടിയൊക്കെ എഴുതുമ്പോഴത്തേക്കും വളരെ ചില വാക്കുകൾ ഞാൻ തന്നെ എഴുതിയിട്ട് എനിക്ക് തന്നെ വായിക്കാൻ ബുദ്ധിമുട്ട് വരുന്ന വാക്കുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെനിക്ക് വലിയൊരു ടെൻഷനായിരുന്നു സത്യം പറഞ്ഞാൽ. ആദ്യം ഈ പറഞ്ഞ പോലെ കുറച്ച് ആദ്യത്തെ ഫസ്റ്റ് ഹിസ്റ്ററിയൊക്കെ ആയിരുന്നു തോന്നുന്നു. അതൊക്കെ ഞാൻ കുറച്ച് എനിക്ക് പറഞ്ഞു ആദ്യത്തെ എനിക്ക് മുസീരീസ് മറ്റേ പോർട്ടിൻ്റെയൊക്കെ ചേരാക്കിയാണ്. അത് ഞാൻ വളരെ വെടിപ്പായിട്ടൊക്കെ വളരെ അണ്ടർലൈനൊക്കെ ഇട്ട് വളരെ എഴുതി. അപ്പോൾ എനിക്ക് 1-2 എഴുതിയപ്പോൾ എനിക്ക് മനസ്സിലായി ഈ രീതിയിൽ പോയി പരിപാടി നടക്കത്തില്ല എന്ന് മനസ്സിലാവുകൊണ്ട് പിന്നെ ഞാൻ എഴുതി തീർക്കുക എന്നുള്ള ഒറ്റ ഇതിലാണ് പോയി. അപ്പം എനിക്ക് പിന്നെ പരീക്ഷ കഴിഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ഹാൻഡ് റൈറ്റിംഗ് വെച്ചിട്ട് ആർക്കെങ്കിലും ഇത് വായിക്കാൻ പറ്റുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇൻ്റർവ്യൂവിന് കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി എന്തായാലും വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അന്നേരം ഒരു സമാധാനമായി. അപ്പോൾ പിന്നെ കുറച്ചൊക്കെ പ്രതീക്ഷ വന്നു ആ സമയത്തായിരുന്നു. അപ്പം ആൻസർ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ സമയത്തിൻ്റെ ഒരു പരിമിതിയും നമ്മൾ ഈ കുറച്ച് സമയം കൊണ്ട് പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് ഒരു വലിയ സ്ട്രാറ്റജി ഇല്ല. എൻ്റെ മെയിൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സിലബസ് ഫോളോ ചെയ്യുക, സിലബസിനകത്ത് നിന്ന് കണ്ടൻറ്റ് ഉണ്ടാക്കുക, നോട്ട്സ് തയ്യാറാക്കുക, ആ നോട്ട്സിലുള്ള കാര്യം ചോദിക്കുന്ന ചോദ്യത്തിലേക്ക് പരമാവധി ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലേക്ക് പകർത്തുക എന്നുള്ളത്. ക്വസ്റ്റ്യൻ്റെ ഡിമാൻഡ് അനുസരിച്ച് നമ്മുടെ കയ്യിലുള്ള കണ്ടന്റ് റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളതാണ് അതായിരുന്നു ഫോക്കസ് ചെയ്തത്. അപ്പം അതിനകത്തിൽ വേറെ വലിയൊരു ഞാൻ ഈ പറഞ്ഞ പോലെ എക്സ്ട്രാ എഫേർട്ട് അതിനകത്തിലോട്ട് അങ്ങനെ വന്നിട്ടില്ല. നമ്മൾ പറഞ്ഞ ഒരു കുറച്ച് ലെവൽ ഓഫ് റൈറ്റിംഗ് അതിൻ്റെ കൂടെ ചെയ്തു പോയിട്ടുണ്ട്. ഒരു എക്സ്റ്റെൻസീവ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ എനിക്ക് ആഗ്രഹിച്ച രീതിയിൽ പറ്റിയിട്ടില്ല. ഈ പറഞ്ഞ പോലെ ഈ ജോലിയും ഇതും കൂടെയാണല്ലോ. അതെങ്ങനെ നമ്മളൊന്ന് കോപ്പപ്പ് ചെയ്തത്? പക്ഷേ ആക്ച്വലി ഇത്രയും തിരക്കുള്ള ഒരു ജോലിയും കൂടെ തിരക്കുള്ള ജോലിയായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ പരമാവധി ഒരു എക്സാം മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഇങ്ങനൊരു എക്സാമിനൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴേ നമുക്ക് ഈ പറഞ്ഞ പോലെ ഞാനെപ്പോഴും നമ്മൾ ഈ ഒരുപാട് തവണ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ നമ്മളെപ്പോഴും ഈ ഡൗട്ടുകളൊക്കെ ചോദിക്കണം. ഒന്നാമത് ഇത്രയും വേക്കൻസി വളരെ കുറവാണ് ഇത്തവണ. അപ്പോൾ നമ്മൾ ഇത്രയും എഫേർട്ടൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇതൊരു വേസ്റ്റ് ഇതായിട്ട് പോകുമോ, നമ്മൾ ഇത്രയും ഇത്രയും പുറകെ പോകേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴൊക്കെ നമ്മൾ അങ്ങോട്ടും പറയുന്നത് നമുക്ക് ഇത്രയും 5 വേക്കൻസി ഉണ്ടല്ലോ, 5-10 വേക്കൻസി ഉണ്ടല്ലോ, നമുക്ക് അത്യാവശ്യം അത്രയും മതി, ആ വേക്കൻസിക്ക് അനുസരിച്ച് നമുക്ക് പഠിക്കാം. അതുപോലെ തന്നെ ഈ സമയത്തിൻ്റെ കാര്യം അതാണ് ഞാൻ പറയുന്നത്. നമുക്കിപ്പോൾ ഉള്ളത് എന്താണെന്ന് നോക്കിയിട്ട് അത് പഠിക്കാം, നമുക്ക് ഇല്ലാത്തതിനെക്കുറിച്ച് ഇപ്പോൾ ഫോക്കസ് ചെയ്യേണ്ട. അങ്ങനെ ഒരു
പോസിറ്റീവ് മൈൻഡ് സെറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമായിരുന്നു. അപ്പം ഈ പറഞ്ഞ പോലെ നമുക്ക് രാവിലെ ഇത്ര സമയമുണ്ട്. എനിക്കിപ്പം ഇപ്പോൾ പറഞ്ഞ പോലെ ബാച്ചിലറായിട്ടുള്ള ഒരാളെ ചിലപ്പോൾ ചില അഡ്വാൻറ്റേജസ് നമുക്ക് ഫാമിലി ആയിട്ടുണ്ടാകുമ്പോൾ ഉണ്ടാവും. ഇപ്പോൾ നമുക്കിപ്പോൾ ഞാൻ ആദ്യം എൻ്റെ അച്ഛനും അമ്മയൊക്കെ വീട്ടിലുണ്ടായിരുന്നു. അപ്പം അവർ രാവിലേക്ക് ഭക്ഷണം ഉണ്ടാക്കി തരും. എനിക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലല്ലോ, നമുക്ക് പഠിച്ചാൽ മതി, വീട്ടിലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ടേക്കൺ കെയർ ഓഫ്. ഇപ്പോൾ ഞാൻ ലീവ് എടുത്ത് വന്ന സമയത്ത് എൻ്റെ വൈഫിൻ്റെ വീട്ടിലായിരുന്നു നിന്നത്, കാരണം എൻ്റെ അച്ഛനും അമ്മയും അപ്പം പുറത്ത് വിദേശത്ത് പോയായിരുന്നു. അപ്പോൾ ആ സമയത്തും വൈഫും അവരുടെ ഫാമിലി ആണെങ്കിലും എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കാൻ അവരുണ്ട്. നമുക്ക് പൈസയുടെ ഒരു ടെൻഷനൊന്നുമില്ല. അങ്ങനെ ഒരു വർക്കിംഗ് പ്രൊഫഷണലായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കുള്ള കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ട്. അത് ഫോക്കസ് ചെയ്യാനാണ് ഞാൻ നോക്കുക. ഇപ്പോൾ എനിക്കിപ്പോൾ ഇപ്പോൾ ആൻസർ റൈറ്റിങ്ങിന് പ്രിൻ്റർ, ഞാൻ ഉടനെ തന്നെ ഒരു പ്രിൻ്റർ അങ്ങ് മേടിച്ചു. അങ്ങനെ നമുക്ക് പൈസയുടെ ഒരു കൺസ്ട്രെയിൻ്റ് ഒന്നും ഇല്ല. UPSC ആസ്പിറന്റ് ആയിട്ട് നമ്മളുണ്ടായിരുന്ന ഇഷ്യൂസോ സ്ട്രെസ്സോ അല്ലെങ്കിൽ പ്ലാൻ ബി എന്ന് പറയുന്നത് സ്ട്രെസ്സോ കാര്യങ്ങളൊന്നുമില്ല. വേറൊരു കാര്യം, ഇപ്പോൾ എൻ്റെ കുഞ്ഞുണ്ട്, 2 വയസ്സുണ്ട്. ഇപ്പോൾ ഞാനാണെങ്കിൽ രാവിലെ അവളുടെ കൂടെ നിന്ന് പഠിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പുറത്ത് പോയി പഠിച്ചിട്ട് രാത്രിയിലൊക്കെ വരിക. രാത്രിയിലൊക്കെ വരുമ്പോഴത്തേനും നമ്മൾ വീട്ടിൽ വണ്ടി കൊണ്ട് നിർത്തുമ്പോഴത്തേനും ഇവൾ ഓടിച്ചാടി വരും. നമ്മൾ അവളുടെ കൂടെ 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യുമ്പോഴത്തേനും അന്നത്തെ ആ ഒരു സ്ട്രെസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ മാറും. അപ്പം ഞാൻ അങ്ങനെ ഒരു പോസിറ്റീവായിട്ടാണ് എല്ലാ കാര്യത്തെയും കാണാൻ ശ്രമിച്ചിട്ടുള്ളത്. എന്ന് പറയുമ്പോൾ എനിക്ക് ഇത്ര സമയം ഇല്ലല്ലോ എന്നല്ല, എനിക്ക് എന്തൊക്കെയാണ് എൻ്റെ ഫേവറുള്ള കാര്യം അതിനെ ഞാൻ എങ്ങനെ മാക്സിമം എനിക്ക് ഈ എക്സാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എനിക്ക് പോസിറ്റീവായിട്ട് കൊണ്ടുവരാൻ പറ്റുന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ ഈ സമയത്തിൻ്റെ ഒരു പരിമിതി ഉണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ലോഡ് ഷെയർ ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു മെയിൻസിൻ്റെ പ്രിപ്പറേഷൻ സമയത്ത് ഞാൻ ഒരുപാട് വീണ്ടും ടെക്സ്റ്റ് ബുക്കുകളിലേക്ക് പോയിട്ടില്ല. പണ്ട് ഞാൻ ലക്ഷ്മികാന്ത് പോലുള്ള ടെക്സ്റ്റുകളൊക്കെ പണ്ട് എക്സ്റ്റെൻസീവായിട്ട് വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത്. പണ്ട് നമ്മൾ UPSC ഇട്ട എഫേർട്ടിൻ്റെ ഒരു ഫലം ഇപ്പോൾ വന്നിട്ടുണ്ടാകും. അപ്പോൾ ഞാൻ ശ്രമിച്ചത് വെച്ചാൽ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള നോട്ട്സ് പരമാവധി റിവേഴ്സ് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു സ്ട്രാറ്റജി. അപ്പം ഏതെങ്കിലും പാർട്ടിൻ്റെ നോട്ട്സ് എനിക്കില്ല എന്നുണ്ടെങ്കിൽ അത് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ നോക്കുമായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ കറണ്ട് അഫയേഴ്സൊക്കെ ഞാൻ ഹിന്ദുവിൻ്റെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഓൺലൈൻ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ കുറേ ന്യൂസ് പേപ്പർ തന്നെ വായിക്കാൻ ശ്രമിക്കുമായിരുന്നു, നമുക്കൊരു പെർസ്പെക്റ്റീവൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അത് വെച്ചിട്ട് ഞാൻ പരമാവധി കുറച്ച് നമ്മൾ എൻ്റേതായിട്ടുള്ള കുറച്ച് നോട്ട്സുകൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ പരമാവധി നോട്ട്സ് പരമാവധി റിവൈസ് ചെയ്യുക എന്നുള്ള രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഓവറോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ മെയിൻസ് ഫോക്കസ് ചെയ്തിട്ടുള്ളൊരു പ്രിപ്പറേഷൻ ആയിരുന്നു മെയിൻലി. അതെ, ഞാൻ പറഞ്ഞത് പ്രിലിംസിന് മുമ്പ് ഞാൻ അങ്ങനെയാണ് ആദ്യം ആലോചിച്ചത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പറഞ്ഞ ചെറിയൊരു ടെൻഷൻ കയറി, കാരണം ഇത്തവണ കുറച്ച് വേക്കൻസി കുറവായതുകൊണ്ട് വളരെ കുറച്ച് പേരെ എടുക്കുന്നുള്ളൂ, കൂടാനുള്ള സാധ്യതയൊക്കെ നമ്മളൊരു ഓവർ കോൺഫിഡൻ്റ് ആയി അഹങ്കാരം കാണിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ അവസാനമൊക്കെ ആയപ്പോഴത്തേനും 1 മാസമൊക്കെ ഞാൻ ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രിലിംസിനൊന്ന് പഠിച്ചായിരുന്നു. അപ്പോൾ കുറച്ച് ആ രീതിയിൽ തീരെ പ്രിലിംസിൽ പ്രിപ്പയർ ചെയ്യാനില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് മെയിൻസിന് വേണ്ടിയിട്ട് ആയിരുന്നു. എനിക്കെപ്പോഴും അറിയായിരുന്നു പ്രിലിംസ് എങ്ങനെയും ആയാലും നമ്മൾ കയറി പോകും, പക്ഷേ മെയിൻസാണ് പണി തരാൻ പോകുന്നത്. അതുകൊണ്ട് മെയിൻസിനാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളത് മൈൻഡിൽ നേരത്തെ ഉണ്ടായിരുന്നു. അപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ ആ ഒരു ഫോക്കസിലായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. അസത്യം ഇൻ്റർവ്യൂവിൻ്റെ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് ഒരു വലിയ രീതിയിലുള്ള പ്രിപ്പറേഷനോ അല്ലെങ്കിൽ വലിയൊരു എഫോർട്ടോ അല്ലെങ്കിൽ വലിയ ടെൻഷൻ ഉണ്ടായിരുന്നു ആക്ച്വലി ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ? ടെൻഷൻ ഇല്ല, പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു പ്രിപ്പറേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ഇതിന് മുമ്പ് കുറച്ച് ജോലികളൊക്കെ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഭാഗമായിട്ടൊക്കെ കുറച്ച് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അന്നൊന്നും ഞാൻ ഈ പറഞ്ഞ പോലെ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ എന്നുള്ള രീതിയിലേക്ക് ഒരു പ്രൊഫഷണൽ ഇൻ്റർവ്യൂ പ്രിപ്പറേഷനിലേക്കൊന്നും പോയിട്ടില്ല. ഇപ്പോൾ നമ്മുടെ എമിനൻ്റ് പോലുള്ള സ്ഥാപനം, എമിനൻ്റിൻ്റെ ഞാൻ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ്റെ സമയത്താണ് ഞാൻ എല്ലാവരും പരിചയപ്പെടുന്നതൊക്കെ. അപ്പം അത് ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു ഹെൽപ്പ് നമുക്ക് അന്ന് എനിക്ക് തോന്നുന്നു ഞാനത് അന്വേഷിച്ചിട്ടില്ല. അങ്ങനെ സമയം നമ്മൾ വിചാരിക്കുന്നത് വെച്ചാൽ നമുക്കുള്ള അറിവുകൾ നമുക്ക് എങ്ങനെയൊക്കെ പോയി പറഞ്ഞാൽ മതി എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഇൻ്റർവ്യൂ കൃത്യമായിട്ടൊരു നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ടെന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കുന്നത് ഈ ഒരു പ്രിപ്പറേഷൻ സമയത്താണ്. അപ്പോൾ ഞാൻ ഈ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് നമ്മുടെ LSTD ഇലക്ഷൻ കഴിഞ്ഞ സമയത്തായിരുന്നു. അപ്പോൾ ഞാനും അനുഭവം കൂടെ വീണ്ടും ഞങ്ങൾ ലീവ് എടുത്ത് തിരുവനന്തപുരത്തുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ അന്ന് നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ നമ്മൾ ബയോഡേറ്റ ആദ്യം ഒന്ന് റിഫൈൻ ചെയ്തെടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ബയോഡേറ്റ ഞങ്ങൾ രണ്ടുകൊണ്ടിരുന്ന് ഈ പറഞ്ഞ പോലെ പരമാവധി ഒന്ന് അനുഭവൻ്റെ ബയോഡേറ്റ ഞാൻ ഓർക്കുന്നുണ്ട്. അനുഭവൻ്റെ ഒരു 1-2 ചേഞ്ചസ് അത് അവൻ എന്നോട് പറഞ്ഞു. ഞാനും ഇവിടുത്തെ 1-on-1 സെഷനിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അതിൽ 1-2 ഫീഡ്ബാക്ക് പറഞ്ഞു. ഞാനത് മാറ്റുകയും ചെയ്തു. എൻ്റെ ആണെങ്കിൽ എനിക്ക് ഓർമ്മയുണ്ട് കൃഷ്ണ സാറാണ് അപ്പോൾ ചെയ്തത്. അപ്പോൾ എനിക്ക് അന്ന് ഓൺലൈനല്ലായിരുന്നു. അപ്പം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റേ എൻ്റെ വീക്ക്നെസ് ആയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു, ഡിഫിക്കൽട്ടി ഇൻ ഡെലിഗേഷൻ എന്ന് തോന്നുന്നു, അങ്ങനെ എന്തോ. അത് പണിയാവും എന്നുള്ള രീതിയിൽ എനിക്കൊരു ഉപദേശം തന്നിട്ടുണ്ട്. എനിക്ക് സത്യം അത് എനിക്കെപ്പോഴും ഇങ്ങനെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് മാറ്റിയാൽ ഈ വീക്ക്നെസ് എഴുതുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഒരു ട്രിക്കി പാർട്ടാണ്. നമ്മൾ തീരെ നമ്മുടെ കേസിന് യോഗ്യമല്ല എന്ന് തോന്നുകയും ചെയ്യരുത്, പക്ഷേ എന്നാൽ നമ്മളൊരു ഹമ്പിളായിട്ടുള്ളൊരു വീക്ക്നെസ് എഴുതുകയും വേണം. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ച് എനിക്കെന്താ വീക്ക്നെസ് എന്നുള്ള കാര്യം ഇങ്ങനെ ആലോചിച്ച് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇൻ്റർവ്യൂവിൻ്റെ അന്ന് രാവിലെ 5 മണിക്കാണ്
നിന്നാണ് വീക്ക്നെസ്സിൻ്റെ കോളം ഫില്ല് ചെയ്യുന്നത്. അന്ന് രാവിലെ 5 മണിക്ക് ഞാൻ ആലോചിച്ച ഇതെൻ്റെ ഒരു വീക്ക്നെസ് ആയിരിക്കും എന്ന് പറഞ്ഞൊരു വീക്ക്നെസ് എഴുതി. അപ്പം ശരിക്കും പറഞ്ഞാൽ അത് എനിക്ക് എൻ്റെ ആക്ച്വൽ ഇൻ്റർവ്യൂവിന് ചോദിക്കുകയും ചെയ്തു, ആ വീക്ക്നെസ് എങ്ങനെയാണ് നിങ്ങൾ ടാക്കിൾ ചെയ്യാൻ പോകുന്നുള്ള രീതിയിൽ. പക്ഷേ അന്ന് രാവിലെ ഞാൻ ആലോചിച്ചെടുത്ത വീക്ക്നെസ് ആയതുകൊണ്ട് എനിക്കത് അത്യാവശ്യം നല്ലതായിട്ട് പറയാൻ പറ്റി. അതെനിക്ക് പറഞ്ഞ പോലെ നമുക്ക് ഇതുപോലെ ഈ ഹെൽപ്പ് നമുക്കൊരു പ്രൊഫഷണൽ, നമ്മളൊരു ഇൻ്റർവ്യൂ പോലുള്ള സംവിധാനത്തിൽ നമ്മൾ വിചാരിക്കും നമുക്കറിയാം, നമ്മളെക്കുറിച്ച് നമുക്കല്ലേ അറിയാവുന്നുള്ളൂ. പക്ഷേ ഒരു പുറത്തുനിന്നുള്ള ഒരാളുടെ പെർസ്പെക്റ്റീവ് പല കാര്യത്തിലും കിട്ടുന്നത് വളരെ ഹെൽപ്ഫുള്ളാണ്. നമ്മൾ പ്രത്യേകിച്ച് നമ്മളെ കാണുന്ന മറ്റൊരാൾ കാണുമ്പോൾ എന്തൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളത് നമുക്ക് വളരെ ഐഡിയ കിട്ടും. അപ്പോൾ ആ രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇൻ്റർവ്യൂവിന് വരാൻ സാധ്യതയുള്ളൊരു 70% ചോദ്യങ്ങൾ, പിന്നെ കറണ്ട് അഫയേഴ്സും മറ്റു കാര്യങ്ങൾ, റെലവൻറ്റ് ഹോട്ട് ടോപ്പിക്സ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ ഒരു 70 to 80% ചോദ്യങ്ങളൊക്കെ നമുക്ക് ഇൻ്റർവ്യൂവിന് അഡ്വാൻസ് ആയിട്ട് തയ്യാറായിക്കൊണ്ട് പോകാം. അങ്ങനെ തയ്യാറായിക്കൊണ്ട് പോകാനുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ചോദ്യം വരുമ്പോൾ തന്നെ നമുക്ക് പറയുമ്പോൾ തന്നെ നമ്മുടെ ഒരു മൊത്തത്തിലുള്ള കോൺഫിഡൻസ് നമുക്ക് ബൂസ്റ്റ് ചെയ്യാം. അപ്പോൾ അത് മൊത്തത്തിലുള്ള ഇൻ്റർവ്യൂവിനെ നമുക്ക് ചോദ്യം കൂടുതൽ ബയോഡേറ്റയും പിന്നെ നിങ്ങളുടെ ജോലിയുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടൊക്കെ തന്നെ അതെ. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ പോലെ ഈ ആ ഇൻ്റർവ്യൂ നമുക്ക് എന്തായാലും ഒരു ഹെൽപ്പ് വളരെ എനിക്ക് മൊത്തത്തിൽ, പിന്നെ ഞാൻ മോക്ക് ഇൻ്റർവ്യൂസ് പരമാവധി ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നിന്ന് എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ എന്ന് വെച്ചാൽ ഒരു പെർസ്പെക്റ്റീവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെ നമ്മൾ ഇതിനും അപ്രോച്ച് ചെയ്യണം എന്നുള്ള ചില ഓരോരുത്തരും നമ്മൾ ഓരോ കാര്യങ്ങളായിരിക്കും പറഞ്ഞത്. പിന്നെ അതിനകത്തിൽ നമ്മൾ ഓവറായി പോകരുത്, അതും ഒരു പ്രശ്നമുണ്ട്. കാരണം ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളുണ്ടാവും. നമ്മുടെ ബയോഡേറ്റ പറഞ്ഞ് മറ്റുള്ളവർ മാറ്റിച്ച് നമ്മളല്ലാത്തൊരു ബയോഡേറ്റ ആയിപ്പോയാലും ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ വീക്ക്നെസ് ഒരാൾ പറഞ്ഞു ഇത് നിങ്ങളുടെ വീക്ക്നെസ് അല്ല, അതുകൊണ്ട് നിങ്ങൾ വേറെ മാറ്റണം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കില്ലാത്തൊരു വീക്ക്നെസ് നമ്മളവിടെ കൃത്രിമമായിട്ട് എഴുതി ചേർത്തുവാണെങ്കിൽ അത് ആക്ച്വൽ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അത് ചിലപ്പോൾ ബാക്ക് ഫെയർ ചെയ്യാൻ സാധിക്കും. ഇരിക്കുന്ന ആളുകൾക്ക് നമ്മളെക്കാളും ഇതുള്ളവരാണ്, അവർ നമ്മളൊരു ബ്ലഫ് ചെയ്തപ്പെട്ടത് ഐഡന്റിഫൈ ചെയ്യും. അപ്പോൾ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ കുറച്ച് ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ എഴുതുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന നല്ലതായിരിക്കും. പക്ഷേ എല്ലാവരുടെയും അഡ്വൈസ് നമ്മൾ കേൾക്കുക, അതിനകത്ത് നിന്ന് വെച്ചിട്ട് നമുക്ക് വരുത്താൻ പറ്റുന്ന മാറ്റങ്ങൾ പറയാം. നമ്മൾ ചിലപ്പോൾ നമ്മുടെ ബോഡി ലാംഗ്വേജിലുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടാകും. എനിക്കാണെങ്കിൽ ഈ തലയാട്ടുന്ന പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഞാനും പിന്നെ അനുഭവം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആ സമയത്ത് ഹെൽപ്പായിട്ടുണ്ട്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് മോക്ക് ഇൻ്റർവ്യൂ എടുക്കുമായിരുന്നു. ഞാനിരുന്ന് അവൻ്റെ ബയോഡേറ്റ എടുത്തിച്ച് കുറേ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ചോദിക്കും, അവൻ എന്നോട് ചോദിക്കും. ആ രീതിയിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ ബോഡി ലാംഗ്വേജൊക്കെ നമുക്കൊന്ന് കറക്റ്റ് ചെയ്യാനുള്ള അവസരം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഓവറോൾ ഈ കഴിഞ്ഞൊരു വർഷത്തിൽ 1.5 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു ജേർണി എങ്ങനെ കാണുന്നു ആക്ച്വലി പ്രിപ്പറേഷൻ്റെ കാരണം പണ്ട് UPSC പ്രിപ്പയർ ചെയ്തു, അതിനുശേഷം ജോലി ഇരുന്നുകൊണ്ട് KS പ്രിപ്പയർ ചെയ്തപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഓവറോൾ എങ്ങനെ തോന്നുന്നു? UPSC എനിക്ക് ഇത്ര ഒരു കുറച്ചുകൂടെ ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള ജേർണി ആയിട്ടാണ് തോന്നുന്നത്. കാരണം കുറച്ചുകൂടെ എനിക്ക് ഈ പറഞ്ഞാൽ ഞാൻ കുറച്ചുകൂടെ നല്ലൊരു മനസ്സമാധാനത്തിലാണ് ഇത്തവണ പ്രിപ്പറേഷൻ ചെയ്തത്. അതൊക്കെ എനിക്ക് ചിലപ്പോൾ എൻ്റെ റിസൾട്ടിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാകും. ഇപ്പോൾ ഞാൻ പറഞ്ഞ എൻ്റെ വീട്ടിലാണെങ്കിലും എൻ്റെ അച്ഛനും അമ്മയാണെങ്കിലും ഈ പറഞ്ഞ പോലെ എന്നെ വലിയൊരു പ്രഷർ ചെയ്യാത്ത കൂട്ടത്തിലാണ്. ഞാൻ ജീവിതത്തിൽ എല്ലാ തീരുമാനങ്ങളും സ്വയം എടുത്തങ്ങ് പോകത്തേ ഉള്ളൂ. എല്ലാ കാര്യത്തിനും അവരെൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ടൈപ്പാണ്. അപ്പോൾ ഈ പരീക്ഷയ്ക്കാണെങ്കിലും കിട്ടിയില്ല അങ്ങനെ ഒരു തരത്തിലും കിട്ടണം ആ രീതിയിലുള്ള ഒരു പ്രഷർ ഒരിക്കലും എനിക്ക് ജീവിതത്തിൽ തന്നിട്ടില്ല. അപ്പോൾ അത് നമുക്കൊരു അഡ്വാൻറ്റേജ്. എൻ്റെ വൈഫാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞാൻ പലപ്പോഴും ഇതുപോലെ ചിലപ്പോഴേക്കും എനിക്ക് ടെൻഷൻ കയറും. അപ്പം അവളിങ്ങനെ പറയും, ഇത് നമുക്ക് ടെൻഷൻ അടിക്കേണ്ട നമുക്കിത് വെറുതെ എഴുതുമല്ലോ, കിട്ടിയില്ല നമുക്ക് വേറെ ജോലി ഉണ്ടല്ലോ, ജോലി ഇല്ലാതൊന്നുമില്ലല്ലോ. ആ രീതിയിലൊക്കെ നമുക്ക് ഈ പറഞ്ഞാൽ ആരെങ്കിലുമൊക്കെ നമ്മളെ ഒന്ന് സഹായിച്ച് ഒരു മോട്ടിവേറ്റ് ചെയ്ത് നിർത്തുമ്പോൾ അത് നമുക്കൊരു ഹെൽപ്പായിരുന്നു ഇത്തവണ. എനിക്കൊരു വലിയൊരു സപ്പോർട്ടിങ് മെക്കാനിസം എനിക്ക് ഉണ്ടായി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഓഫീസിലാണെങ്കിലും എൻ്റെ സ്റ്റാഫൊക്കെ, ഞാനിപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഓഫീസിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ അവരൊന്നും എന്നെ ഈ സമയത്ത് പ്രിപ്പറേഷൻ സമയത്തിലൊന്നും എന്നെ പരമാവധി വിളിക്കരുത്. അവരെൻ്റെ സീനിയർ ഉദ്യോഗസ്ഥരാണെങ്കിൽ ലീവിന് വേണ്ടിയിട്ട്, ഞാൻ പണ്ട് IBയിലായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ട്, UPSC സമയത്തൊക്കെ. IBയിലൊന്നും ലീവ് എടുക്കുന്ന കാര്യം ഇമ്പോസിബിളാണ്. ഓൾമോസ്റ്റ് ഇമ്പോസിബിളായിരുന്നു അവിടെ ലീവ് എടുക്കുന്ന കാര്യം. അപ്പം അവിടെ നിന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനത്തെ ഒരു കണ്ടീഷനായിരുന്നു അവിടെ. അതിൽ നിന്നൊക്കെ മാറി നമ്മൾ കുറച്ചുകൂടെ നമ്മുടെ വിജയം നമ്മളെക്കാളും ആഗ്രഹിക്കുന്ന കുറച്ച് ആൾക്കാർ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഇത്തവണ എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മൊത്തത്തിലൊരു മെൻ്റൽ പീസ് എനിക്കുണ്ടായിരുന്നു. മൊത്തത്തിൽ ഒരു മനസ്സമാധാനം, അത് വളരെ പ്രധാനമാണ് നമ്മുടെ ഇങ്ങനത്തെ ഒരു പരീക്ഷയ്ക്ക്. നമ്മൾ സ്ട്രെസ്ഡ് ഔട്ടൊക്കെ ആയി പോയി കഴിഞ്ഞാൽ അത് നമ്മളെ പ്രിപ്പറേഷനെ ബാധിക്കും. അതുകൊണ്ട് എല്ലാ ദിവസവും ഞാൻ സമയത്ത് 10 മണിക്ക് കിടന്നുറങ്ങും, രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കും, വളരെ നല്ലതായിട്ട് ഉറങ്ങി. അപ്പോൾ മൊത്തത്തിൽ ഈ സമയത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടെ പണ്ടുള്ള എൻ്റെ എക്സാം പ്രിപ്പറേഷനേക്കാളും കുറച്ചും കൂടെ ഒരു സമാധാനത്തിലും കാര്യത്തിലുമാണ് പോയത്. മൊത്തത്തിൽ അവസാനം ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള റിസൾട്ട് വന്നതും ഈ പറഞ്ഞ പോലെ ഒരു മൊത്തത്തിലൊരു തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കൊരു വലിയൊരു സ്ട്രഗിൾ, എനിക്ക് അങ്ങനെ ഒരു ഫേസ് പറയാനില്ല. ഞാൻ പറയാം, നമ്മളൊരു എക്സാം ഫേസിൽ കഷ്ടപ്പെട്ടു എന്നുള്ള പറയാനുള്ള എനിക്ക് പറയാനില്ല. ഹാപ്പി ആയിട്ട് പോയി. അതൊരു ഗോഡ്സ് ഗ്രേസ് ആയിരിക്കും, അത് നമുക്ക് പറയാൻ പറ്റില്ല. സോ അപ്പോൾ ഇനിയിപ്പോൾ അടുത്തൊരു KS അല്ലെങ്കിൽ മറ്റ് എക്സാമുകളിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾ, അവർ എന്താണ് ഫോക്കസ് ഉണ്ട് അല്ലെങ്കിൽ എന്താണ് അവരോട് പറയാനുള്ളത്?
നമ്മൾ ഓരോ എക്സാമിൻ്റെ ഓരോ നേച്ചറുണ്ട്, അത് മനസ്സിലാക്കുക എന്നുള്ളത് പ്രധാനമാണ്. അപ്പം ഈ KS എന്നുള്ള പരീക്ഷ ഇനിയും അടുത്ത് തന്നെ വീണ്ടും ഉണ്ടാവാം. അപ്പം അതിനകത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ KS പലപ്പോഴും നമുക്ക് ഷോർട്ട് നോട്ടീസിൽ വന്നിട്ട് പെട്ടെന്ന് തീർന്നു പോകുന്ന പരീക്ഷ. UPSC ഒക്കെ വലിയൊരു സിലബസ്. അതെ, വലിയ സിലബസും. UPSC ഒക്കെ നമുക്ക് അഡ്വാൻസ് ആയിട്ട് നമ്മൾ അറിയാം, UPSC കലണ്ടറൊക്കെ വരും, എപ്പോഴായിരിക്കും പരീക്ഷ നടത്താൻ പോകുന്നത്. KS നമുക്ക് അങ്ങനെ അഡ്വാൻസ് പ്രിപ്പയർ ചെയ്തിരിക്കാനുള്ളൊരു സാഹചര്യമില്ല. അപ്പം നമ്മൾ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് UPSC ഓൾറെഡി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ അവർക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അല്ലാത്തവരാണെങ്കിൽ പോലും നമ്മൾ KSൻ്റെ സിലബസും പരീക്ഷയും മുൻകാലത്തെ ക്വസ്റ്റ്യൻ പേപ്പറും ഇപ്പോൾ നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറായി. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് എന്താണ് എക്സാം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക വളരെ പ്രധാനമാണ്. എക്സാമിൻ്റെ നേച്ചർ അനുസരിച്ച് പ്രിപ്പയർ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടാവും, അതിനനുസരിച്ചുള്ള ഫലം കിട്ടത്തില്ല. അപ്പോൾ ആ എക്സാമിൻ്റെ ഡിമാൻഡ് എന്താണെന്ന് മനസ്സിലാക്കുക, അതിനനുസരിച്ചുള്ള ഓരോ സ്റ്റേജിലും ഓരോ ഡിമാൻഡ് ആയിരിക്കും. പ്രിലിംസിന് ഒരു ഡിമാൻഡ് ഉണ്ടാവും, മെയിൻസിന് ഒരു ഡിമാൻഡ് ഉണ്ടാവും. അതനുസരിച്ച് നമ്മളൊരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി. പിന്നെ സിലബസ് വളരെ പ്രധാനമാണ്. എന്താണ് സിലബസിലുള്ള കാര്യങ്ങൾ, ആ സിലബസ് ഇപ്പോൾ നമ്മൾ UPSC പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ പോലും കേരള ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ KSുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ നമുക്ക് കവർ ചെയ്യാം, ഏതൊക്കെ ടെക്സ്റ്റുകൾ നമ്മളെ സഹായിക്കും, എങ്ങനെയൊക്കെ നമുക്ക് ആ ഒരു നമുക്ക് എങ്ങനെയാണ് ആ സിലബസ് മൊത്തത്തിൽ ഒരു നല്ല രീതിയിൽ കവർ ചെയ്യാൻ പറ്റുക എന്നുള്ള രീതിയാണ്. അപ്പം എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ആരും പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ് ഇതിനകത്തുള്ളൊരു കാര്യം. നമ്മൾ എക്സാം വരുന്നിട്ട് പ്രിപ്പയർ ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ ഇതുപോലുള്ള എക്സാംസ് ക്രാക്ക് ചെയ്യുക എന്നുള്ള ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മൾ ആ ഒരു പ്രിപ്പറേഷൻ, ആ ഒരു എക്സാം മൈൻഡ് സെറ്റിൽ തന്നെ മുന്നോട്ട് പോകാം. നല്ലൊരു അവസരം കിട്ടുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഫലം എന്തായാലും ഉണ്ടാകും. ഓക്കെ രജീഷ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. താങ്ക് യു ഫോർ എവറിത്തിങ്. താങ്ക് യു.